ലോകത്തിലുള്ള മുഴുവൻ വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളെയും നമുക്ക് രണ്ട് തരത്തിൽ തിരിക്കാം. ഒന്ന് എക്സ്പെരിമെൻ്റൽ മെഡിസിൻസ് എന്ന് പറയും. ആധുനിക വൈദ്യശാസ്ത്രം ആ രീതിയിലാണ് നിൽക്കുന്നത്. അതായത് മനുഷ്യബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വിവിധ തരം പരീക്ഷണങ്ങൾ നടത്തി ആ പരീക്ഷണങ്ങളിൽ നല്ല റിസൾട്ട് കിട്ടുന്ന പരീക്ഷണങ്ങളെ വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി തെളിയിച്ച് ജനതയ്ക്ക് മുഴുവൻ, അതായത് ഒരു ജനസമൂഹത്തിന് മുഴുവൻ ഉപയോഗിക്കാവുന്ന ഔഷധങ്ങളായി മാറ്റുന്ന പ്രക്രിയയാണ് എക്സ്പെരിമെൻ്റൽ മെഡിസിൻസ് എന്ന് പറയുന്നത്. ഇത് മനുഷ്യബുദ്ധിയുടെ ആ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നടത്തുന്ന പരീക്ഷണങ്ങളിലാണ് ഇതുണ്ടായി വരുന്നത്. രണ്ടാമതൊരു വൈദ്യശാസ്ത്ര സമ്പ്രദായമുണ്ട്. അതിന് എക്സ്പീരിയൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയും. അത് ഇന്ത്യയിൽ വളർന്നു വന്നതാണ്. ചൈനയിലുണ്ടായിരുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ടായിരുന്നു, ബ്രസീലിലുണ്ടായിരുന്നു, സൗത്ത് അമേരിക്കയിലുണ്ടായിരുന്നു, ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. ഇതൊരു എക്സ്പീരിയൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ എക്സ്പീരിയൻസുകളെ, അതായത് മനുഷ്യൻ്റെ അനുഭവങ്ങളെ ശാസ്ത്രീയമായി വ്യാഖ്യാനിച്ച് എങ്ങനെ അത് രോഗപ്രതിരോധ ശേഷിക്കോ അല്ലെങ്കിൽ രോഗ ചികിത്സയ്ക്കോ ഉപയോഗിക്കാം എന്ന് പഠിച്ച ശാസ്ത്രശാഖകളാണ് ഇതെല്ലാം തന്നെ. നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നത് കുറേയേറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് സ്പേസ് നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ കൊഹിഷൻ ഫോഴ്സസ് ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഒരു സാധനം നമ്മൾ കൈ മടക്കുന്നത് നമ്മുടെ ഒരു കൊഹിഷൻ ഫോഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ കൈ മടക്കുന്നത്. റിപ്പൽസീവ് ഫോഴ്സ് നമുക്ക് ഒരെണ്ണമാണ്. ചലനം നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടുന്നതാണ്. നമുക്ക് എല്ലാ ചലനങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അടിസ്ഥാനപരമായിട്ട് ഭൂമിയിൽ ചലനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ സോളിഡിറ്റി എന്ന് പറയുന്നത് നമുക്ക് കട്ടി നമുക്ക് തിരിച്ചറിയാൻ കഴിയും, സ്നിഗ്ധത നമുക്ക് തിരിച്ചറിയാൻ, തെന്നിപ്പോകുന്ന നമുക്ക് തിരിച്ചറിയാൻ കഴിയും, സ്നിഗ്ധത നമുക്ക് തിരിച്ചറിയാൻ കഴിയും, രൂക്ഷത നമുക്ക് തിരിച്ചറിയാൻ കഴിയും, അതുപോലെ തന്നെ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ കഴിയും, വെറുപ്പ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസസ് ആയിട്ട് വരുന്നതുമാണ്. ഈ എക്സ്പീരിയൻസ് ആയിട്ട് വരുന്ന ഇത്തരം കാര്യങ്ങളോടൊപ്പം തന്നെ ആത്മാവ്, മനസ്സ്, കാലം, ദിക്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഇവയൊക്കെ തന്നെ നമുക്ക് ഔഷധങ്ങളായിട്ട്, ഇതെല്ലാം തന്നെ കാലമായാലും ശരി, ദേശമായാലും ശരി, സമയമായാലും ശരി, ഒക്കെ തന്നെ നമുക്ക് ഔഷധങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലേ? നമുക്ക് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ആധുനിക വൈദ്യശാസ്ത്രം ഉൾപ്പെടെ എല്ലാത്തിലും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവയെല്ലാം തന്നെ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഔഷധങ്ങളായിട്ടും രോഗപ്രതിരോധത്തിന് ഉപയോഗിക്കാം എന്നുള്ളത് പഠിച്ച വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളാണ് എക്സ്പീരിയൻസ് മെഡിസിൻ എന്ന് പറയുന്നത്. നമ്മുടെ സാഖ്യം പോലെയുള്ള ഫിലോസഫികളിൽ നിന്നും ചരകൻ പോലെയുള്ള മഹർഷിമാർ വളർത്തിയെടുത്തതാണ് ആയുർവേദം. ഈ സങ്കേതങ്ങൾ ഉപയോഗിച്ച് വളർത്തിയെടുത്തതാണ് ആയുർവേദം. അതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ നമുക്ക് കൊണ്ടുവരാം. അതുവരെ കാത്തിരിക്കുക. ഞാൻ രാം മോഹൻ, വേദഗ്രാം ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്.